இது மாடம்பி விளக்கே வரி மாடம்பி விளക്ക്. இந்த ഇമേജ് മെറ്റലിൽ ഇട്ട് ഇത് ഗോൾഡ് പ്ലേറ്റഡ്. 75 രൂപയുടെ കോയിൻ. ഈ കോയിൻ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാലും വേറെ അവിടെ നിന്നും കിട്ടില്ല. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമ്മൾ ബൈക്കുമ്പോൾ പോകുമ്പോൾ ഇടുന്ന ഹെൽമെറ്റ് അല്ല. നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലുവളപ്പില്. ഞാൻ നമ്മൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ പാണ്ഡ്യ സമൂഹം മഠം ഹാളിലാണ്. അതായത് ഇവിടെ ഹെറിറ്റേജ് സൊസൈറ്റി എന്ന് പറഞ്ഞ സംഘടനയുടെ പേരിൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു ബ്രാൻഡ് നെയിമില് ഒരുപാട് പുരാവസ്തുക്കള് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോ നമ്മുടെ ഈ ഒരു ഹെറിറ്റേജ് സൊസൈറ്റിയുടെ സംഘടകനായ പ്രസിഡന്റും കൂടിയായ ബാലഗോപാൽ ചാണയ സാറ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് ഇതിനെ കുറിച്ച് ചോദിച്ചറിയാം. സാർ, ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് 1850 മുതൽ വന്ന് നമ്മുടെ ഇടയിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കള് പലതും വിവരമില്ല. രാജഭരണകാലത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് മലബാറ്, കൊച്ചി നാട്ടുരാജ്യം, തിരുവിതാംകൂർ നാട്ടുരാജ്യം, അവരുടെ ചരിത്രങ്ങള്, അവരുടെ വസ്തുക്കള്, അവരുടെ കോടതികള്, പിന്നെ അവരുടെ രജിസ്ട്രേഷൻ വകുപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഈ സംഘടനയിൽ ഏകദേശം എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? 50-60 പേരുണ്ട്. നിങ്ങൾ കുറച്ച് സീനിയർ സിറ്റിസൺസ് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ഇപ്പൊ അവരുടെ മക്കൾ ഇതിലേക്ക് വരുന്നുണ്ട്. അതൊരു നല്ലൊരു സൂചന. അതെ. നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണാം, ഇവിടെ ഒട്ടനവധി കോയിൻസ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പഴയ കോയിൻസ്, അതുപോലെ നമ്മുടെ 10 രൂപ നോട്ട്, 50 രൂപ നോട്ട്, അങ്ങനെ ഒരുപാട് നോട്ട്സിന്റെ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ഡിസ്പ്ലേ മാത്രമല്ല, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിലും ഇവരെ ഫർദർ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വക സാധനങ്ങള്, പഴയ കാലത്ത് നമ്മുടെ നോട്ടുകളും കോയിൻസും എല്ലാം നമുക്ക് മേടിക്കാനുള്ള ഒരു സംവിധാനം ഇവരോട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര പേര് കണ്ടിട്ടുണ്ടോ ഈ ഒരു ഓട്ടക്കാലണ? ഇതാണ് ഓട്ടക്കാലണ. അപ്പൊ ഇതന്നെ പല തരത്തിലുള്ള, പല വലുപ്പത്തിലുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പഴയ ഫോണുകളാണ്, അതുപോലെ ഗ്രാമഫോണിന്റെ ഡിസ്ക് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി വേണമെങ്കിൽ പഴയ കാലത്തെ ട്രിമ്മർ ഇവിടെ കാണാട്ടോ. ഒട്ടനവധി സാധനങ്ങൾ നമുക്ക് കളക്ഷൻ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വീഡിയോയിൽ എത്രമാത്രം കണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഉണ്ണിയപ്പം ഉണ്ടാക്കണ തട്ട്, വാക്കിംഗ് സ്റ്റിക്ക്, അങ്ങനെ വേണ്ട ടൈം പീസ്, നിരവധി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. കാർത്തികൻ സാറാണ് നമ്മൊപ്പം ചേരുന്നത്. ഇവര് വന്നിട്ടുള്ള തമിഴ്നാട് എന്നാണ്. ഇവരിലൊരു ഡിഫറെന്റ് ടൈപ്പ്, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്, സ്റ്റാമ്പുകളുടെ ഗോൾഡ് പ്ലേറ്റഡ് ഡമ്മി രൂപങ്ങൾ. ഇതാണ് ഒറിജിനൽ സ്റ്റാമ്പ് ആണ്. இந்த இமேஜ் மெட்டல்ல இட்டு இது கோல்டு பிளேட்டட், கோல்டு ட்ரிப்ளிகேட் கவர். இந்த ஒருபாடு ரொம்ப யூனிக்கான ஐட்டம் ആണ്. With the love symbol. What's the purpose of this? To make the collection. No, not the original purpose of this. Love is the world. World is in peace. The stamp is producing like a particular day or a particular day. Valentine's Day, February 14th. They are issuing one design stamp in the US. Stamp collecting is a unique item. അപ്പൊ ഇത് വന്നിട്ട് ശ്രീലങ്കയില് ദീപാവലിക്ക് വേണ്ടിയിട്ട് ശ്രീലങ്കയില് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റാമ്പാണ്. അപ്പോ ഇതുപോലെയുള്ള നോളജുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഓൾഡ് ഇസ് ഗോൾഡ് പോലത്തെ പരിപാടികളിൽ പങ്കെടുത്തെങ്കിലേ നമുക്ക് ഇത് കാണാൻ കഴിയുള്ളൂ, അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് പ്രേക്ഷകർക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. അതുപോലെ അടുത്തൊരു സ്റ്റാളിലേക്ക് കിടക്കാം നമുക്ക്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റാള് വന്നിട്ട് എവിടുന്ന വരുന്നത്? പാലക്കാടാണ്. എന്താ പേര്? അബ്ദുൽ മനാഫ്. സോറി, അബ്ദുൽ മനാഫ് ചേട്ടന്റെ സ്റ്റാളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് വന്നിട്ട് ഹാർമോണിയം പെട്ടിയാണ്. പഴയ മോഡൽ. ഇത് ഏകദേശം എത്ര വർഷം പഴക്കണ്ട ചേട്ടാ? ഇതിനിപ്പോ 60 വർഷം പഴക്കം. 13 വർഷം. 50 വർഷം 50 ഇയേഴ്സ് ഓൾഡ് ആണ്. ഓക്കെ. ഈ കത്തുകളൊക്കെ ഏകദേശം എത്ര പഴക്കണ്ടോ? ഇതൊക്കെ ഒരു 50-60 വർഷം. ഇതൊക്കെ 100 വർഷത്തിന്റെ പഴക്കമുള്ളത്. 100 വർഷം. കാരണം ഇത് വളരെ ഇതെന്തിനും ഉപയോഗിക്കണം? ഇതൊരു ഡിസൈൻ. ഇത് പുല്ലൊക്കെ അതിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഒരു കത്തിയാണ്ടോ ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു കത്തിയാണ് കേട്ടോ. 100 വർഷം പഴക്കമുള്ള കത്തിയാണ്. നമ്മൾ ജനിച്ചിട്ടും കൂടി ഇല്ല, നമ്മുടെ കാരണന്മാര് പോലും ജനിച്ചിട്ടുണ്ടാവില്ല. ആ സാധനമാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് മാടമ്പി വിളക്ക് പറയും. മാടമ്പി വിളക്ക്. ഇതെന്തിനും ഉപയോഗിക്കണം? പണ്ട് ഇത് വിളക്ക് കൊളുത്തി വെക്കാൻ സന്ധ്യ നേരത്തൊക്കെ. ഇതാണ് മാടമ്പി വിളക്ക് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിട്ട്. ഇതും അതുപോലെ തന്നെ 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. എന്താ കാരണം മരവും ശരി സ്റ്റാൻഡും എല്ലാം റിയൽ ആയിട്ട് ഒറിജിനൽ. അതെല്ലേ? അതും ഈ പഴയ വെജിറ്റബിൾ പെയിന്റിംഗ് ആണ്. അതും ഒരു 100 years പഴക്കമുള്ളതാണ്. കണ്ടോ, ഇത് വെജിറ്റബിളിൽ ചെയ്തിരിക്കുന്ന പെയിന്റ് ആണത്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമ്മള്
അയ്യന്തോളുള്ള ഒരു ഷെല്ലി എന്ന് പറഞ്ഞ ചേട്ടന്റെ സ്റ്റാളിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യില് ഒരുപാട് പണ്ടത്തെ ആധാരങ്ങള് കൊച്ചിയിലാണ് ഈ കാണുന്നത്. ഇത് ആദ്യം പുത്തൻ വാല്യൂലാണ് ഇറങ്ങിയത്. അതിന് ഡിഫറെന്റ് വാല്യൂസ് 20,000 പുത്തൻ വരെ ഉണ്ട് അന്നത്തെ കാലത്ത്. ശരി. 18 പുത്തൻ, 8 പുത്തൻ, 1 പുത്തൻ, അങ്ങനെ ഇങ്ങനെ ആ ഒരു രീതിയിൽ ഇതിന്റെ കാലം അറിയണമെങ്കിൽ ഇതിൽ തന്നെ ഡേറ്റ്. ഇപ്പൊ 18 പുത്തൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ പുത്തൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പുത്തനാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ. ഓ ശരി. ഈ പൈസയുടെ വേറൊരു മാനദണ്ഡമാണ്. അതെ ഓ ശരി. ഉണ്ട്. ഓക്കെ ഓക്കെ. പുത്തൻ കഴിഞ്ഞ് ചക്രം വന്നു, അണ വന്നു. ഇതൊക്കെ അണ വാല്യൂസാ. ഇത് കണ്ടില്ലേ, 8 അണ. അതായത് ഫസ്റ്റ് വന്നിട്ടുള്ള പുത്തൻ, അത് കഴിഞ്ഞിട്ടാണ് അണ വാല്യൂസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എമൗണ്ടിലേക്ക് വന്നു. ഓക്കെ. രൂപകൾ. അത് കഴിഞ്ഞ് കൊച്ചി കഴിഞ്ഞിട്ടാണ് കൊച്ചിൻ തിരുവിതാംകൂർ കൂടി ലയിപ്പിച്ചു. സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ എന്ന് പറഞ്ഞു വന്നു. ഓ ശരി. അത് കഴിഞ്ഞ് ഇത് തിരുവിതാംകൂറിന്റെ മാത്രമായിട്ടുള്ളത്. ഓക്കെ ഓക്കെ. പണ്ട് കാലത്തെ സ്റ്റാമ്പുകളാണ് ആള് കാണിക്കുന്നത്. എല്ലാം കോട്ട് ഫീസ് സ്റ്റാമ്പുകളാണ്. ഓക്കെ. പണ്ടത്തെ കോട്ട് ഫീസ് സ്റ്റാമ്പാണിത്. ഇത് കണ്ടോ, ഇത് ഒരണ. ഈ ഒരു സ്റ്റാമ്പിന്റെ വില ഒരു അണയുടെ പണ്ടത്തെ സ്റ്റാമ്പാണിത്. നമ്മൾ തൃശ്ശൂരുള്ള ഒരു ഡേവിസറിന്റെ സ്റ്റാളിലാണ്. അദ്ദേഹത്തിന്റെ കയ്യില് ഒരുപാട് വെള്ളി നാണയങ്ങളുണ്ട്. ഇത് റെയർ പീസ് എന്ന് തന്നെ പറയാം. നമ്മളാരും കാണാൻ സാധ്യതയില്ലാത്ത നാണയങ്ങളാണ്. ഇത് വന്നിട്ട് കണ്ടോ, 100 റുപ്പീസിന്റെ കോയിനാണ്. 50 റുപ്പീസ്, 10 റുപ്പീസ്, 2 റുപ്പീസ്. ഇതൊക്കെ ഹാഫ് വെള്ളിയാണല്ലോ ചേട്ടാ. പിന്നെ 400 റുപ്പീസിന്റെ കോയിൻ കാണാത്തവർക്ക് കാണാം. ഇതാണ് 400 റുപ്പീസിന്റെ കോയിൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിട്ടിട്ടുള്ളതാണ്. ഇത് വളരെ കുറച്ചേ വിട്ടുണ്ടാവുള്ളൂ അല്ലെ. 525 രൂപയുടെ കോയിൻ. 4000 രൂപ പേ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ ഈ 525 രൂപയുടെ കോയിൻ കിട്ടുള്ളൂ. ഈ കോയിൻ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാലും വേറെ അവിടെ നിന്നും കിട്ടില്ല. നമ്മുടെ ഡേവിസറിന്റെ അടുത്ത് തന്നെ വരേണ്ടി വരും. ആള് തൃശ്ശൂർക്കാരൻ തന്നെയാണ്. ഇത് വന്നിട്ട് മറ്റൊരു കളക്ഷൻ 175 രൂപയുടെ കോയിൻ. ആളുടെ സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് 4000 റുപ്പീസ് ആണ്. ഇത് പ്രേക്ഷകർക്ക് ആരെങ്കിലും താല്പര്യമായിട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡേവിസറിന്റെ നമ്പർ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ആളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ്. 1997 സുഭാഷ് ചന്ദ്രബോസിന്റെ കോയിനാണ്. അത് 100 റുപ്പീസ് ഉണ്ട്, 10 റുപ്പീസ് ഉണ്ട്, 50 റുപ്പീസ് ഉണ്ട്. ബാക്കില് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഹെഡോട് കൂടിയിട്ടാണ് ഈ കോയിൻ വരുന്നത് കേട്ടോ. 16,500 രൂപയാണ്. ഇതൊരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിക്കുന്നവർക്ക് ഒരു ഹോബി ആയിട്ട് മേടിച്ചു വെക്കാവുന്നതാണ്. വീട്ടിലേക്കൊക്കെ റെയർ കളക്ഷൻ ആണ്. അധികം എവിടെയും കാണാത്തതും കൂടിയാണ്. നമ്മള് ജെയിംസറിന്റെ സ്റ്റാളിലാണ് വന്നിരിക്കുന്നത്. ആളുടെ കയ്യിലും ഇതുപോലെ തന്നെ ഒട്ടനവധി കളക്ഷൻസ് ഉണ്ട്. അവിടെ എനിക്ക് പെട്ടെന്ന് എന്റെ കണ്ണിൽ കാണാൻ കഴിഞ്ഞത് ക്യാമറകളാണ്. നമ്മുടെ പണ്ടത്തെ ക്യാമറകളാണ്, പഴയ ക്യാമറകളാണിത്. ചെറിയ ക്യാമറകള്. ഇത് ഈ വാട്ടർ ബോട്ടിൽ എത്ര പഴക്കമുള്ളതാണ്? ഇത് മിലിറ്ററിക്കാര് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട്? അതൊക്കെ ഒരു 10-70 കൊല്ലം. 7 കൊല്ലം പഴക്കമുണ്ട്. ഇന്ത്യൻ മിലിറ്ററി. ഇതിപ്പോ ഈ പറകള് പറ അങ്ങനെ ഇടങ്ങഴി ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ശരി. ഈ പറകൾ അതിന്റെ ഒന്ന് അളവ് പറയാമോ? ഇത് ശരിക്കും മുഴുവൻ പറയല്ല. മുഴുവൻ പറയല്ല. അത് ആ മുഴുവൻ പറ ഇനി വലുതാണ്. ഇതിലും അതെ അതെ. മൊബൈല് ആദ്യകാലത്ത് ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടാവും? ഇതിപ്പോ നമ്മള് മൊബൈൽ ഇറങ്ങിയ കാലത്ത് ഒരു ഫോണാണിട്ടത്. വോക്സൽ എന്നാണ് ഇതിന്റെ ബ്രാൻഡ് നെയിം വന്നിട്ട്. ഇപ്പോഴും കീസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഒക്കെ പോയിട്ടുണ്ടാവും. ഡമ്മി പീസ് പോലെയാണ് ഇപ്പൊ ആയിട്ടുള്ളത്. പക്ഷെ ഒറിജിനൽ മൊബൈൽ തന്നെയാണിത്. ഇത് ഖാദിയുടെ സ്റ്റാമ്പാണ്. ഖാദി ഈ തുണി ഖാദിയുടെ തുണിയുടെ ആണോ? തുണി. ഓക്കെ ഓക്കെ. ഖാദിയുടെ സ്റ്റാമ്പാണ്. തുണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാമ്പാണ് ഇത്. തിരുവിതാംകൂറിന്റെ കാർഡുകളാണ്. ഇത് 3rd രാജ, ഇത് തിരുവിതാംകൂറിന്റെ, ഇത് 5th രാജ. അങ്ങനെ ഓരോ രാജാക്കന്മാരുടെ. ഇവിടെ അതുപോലെ തന്നെ ഒട്ടനവധി പുരാവസ്തുക്കളുണ്ട്. പണ്ടത്തെ തൂക്കുവിളക്കാണിത്. തൂക്കുവിളക്കിന്റെ രൂപമാണിത്. ദേവനാഗിനി എന്ന് പറഞ്ഞ ഒരു ഭാഷയിൽ എഴുതിയ ചെമ്പോല ഗ്രന്ഥാണിത്. അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. കാണാനും ഉണ്ട്. എടങ്ങഴി എന്ന് കേട്ടിട്ടില്ലേ? ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണാം. എടങ്ങഴിയാണിത്. ഇത് പണ്ട് കാലത്ത് കൊണ്ട് നടക്ക് ഉപയോഗിച്ചിരുന്ന ഒരു വിളക്കാണ്. അതായത് ഇവിടെ തിരിയിട്ടിട്ട് ഇവിടെയാണ് നമ്മൾ എണ്ണ കളക്ട് ചെയ്യണത്. ഈ തിരിയിലെ എണ്ണ കാലിയാവുന്നതോടുകൂടെ ഈ സ്പൂൺ ഉപയോഗിച്ച് ഇതിൽ നിന്ന് നമ്മൾ എണ്ണ എടുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. അത് പണ്ടത്തെ ഒരു വിളക്കാണ് കേട്ടോ. ട്രാവൻകൂർ ട്രഷറിയിൽ നാണയങ്ങളെ എണ്ണ ഉപയോഗിച്ചിരുന്ന ക്യാഷ് പലകയാണിത്. ട്രാവൻകൂറിന്റെ അതിന്റെ എംബ്ലോക്ക് ഇവിടെ കാണാം നമുക്ക്. ഇത് ഏകദേശം എത്ര കാലം പഴക്കമുണ്ടോ ചേട്ടാ? 150 വർഷത്തോളം പഴക്കമുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ ആൾക്കാർക്ക് ബുദ്ധി കൂടിയിട്ട് ഇത് ഉപയോഗിക്കേണ്ട എന്ന് വേണം പറയാത്ത തന്നെ. അതായത് ഇതില് സിമ്പിൾ ആയിട്ട് കോയിൻസ് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റായി അത് ഇത്ര എമൗണ്ട് കോയിൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് മാറ്റി എഴുതാം. കാരണം ഇതിൽ ഹോൾസ് ഉള്ളതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ട് അത്രയും
കോയിൻസ് ആയിരിക്കില്ല, ഏകദേശം 50 എണ്ണമാണ് ഇതിൽ വരുന്നത്. അപ്പൊ ആ 50 എണ്ണത്തിന്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ലഭിക്കും. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാർഗം കൂടിയാണത്. ഇത് പണ്ടത്തെ ഒരു വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കണല്ലേ, കപ്പലല്ലേ, പണ്ട് കപ്പലിലൊക്കെ ഉപയോഗിച്ചിരുന്ന ലൈറ്റ് ബോക്സ് ആണ്. ഇതില് നമ്മള് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളില് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇതില് തിരിയിട്ടിട്ട് കത്തിക്കുകയാണ് ചെയ്യുക. തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പുറത്തോട്ട് പ്രകാശം കാണാം. അതാണ് ഇതിന്റെ മെത്തേഡ്. പണ്ടത്തെ നല്ല ഹൈടെക് ടോർച്ചാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അറിയും മലയാളി? നോ. Okay. I am coming. Please introduce yourself. I live in Kanpur, so I come to here. Okay, from Kanpur you are coming? Yes, every 2 months. The 24 years already is going to like coming in this city. Now for this program you came here? Yes. Okay. Because I am the life member of this society. Okay, fine. Let me. Oh, I see. This is God. What was the main collection with you? It's all musical stamps. Nice. This itself music yes, stamp. original record. Yes. This have a record also in this. Yes, national Okay. anthem for this. How we can play this and hear it? There is some small equipment is there. ഇത് ഒരു സ്റ്റാമ്പാണ് എന്റെ കയ്യിലിരിക്കുന്നത്. സ്റ്റാമ്പ് എന്ന് പറഞ്ഞത് സാധാ ഒരു സ്റ്റാമ്പ് അല്ല. കണ്ടു കഴിഞ്ഞ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ കഴിയാം. ഇത് മാറ്റി മ്യൂസിക്കൽ സ്റ്റാമ്പാണ്. എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും അറിയില്ല. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിലൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതായത് ഒരു എക്യുപ്മെന്റ് ഉണ്ട്. ആ എക്യുപ്മെന്റ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റാമ്പ് റീഡ് ചെയ്യാനോ കേൾക്കാനോ കഴിയുള്ളൂ. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് കാണിച്ചു തരാം. അതാണ് ഈ ഒരു സംഭവം. ഈ സംഭവത്തിലാണ് നമ്മുടെ ഈ സ്റ്റാമ്പ് റീഡ് ചെയ്യണത്. അതായത് ഇത് രണ്ടും അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഈ സംഭവം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റാമ്പ് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ, പ്ലേ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഒരു ഐറ്റം കണ്ട പണ്ടത്തെ വീഡിയോ ക്യാമറയാണ്. സംഭവം വർക്കിംഗ് ഒന്നല്ല. ഏകദേശം 40 വർഷം പഴക്കമുള്ള ഒരു വീഡിയോ ക്യാമറയാണ്. നമ്മുടെ നാഷണൽ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതാണ് നിങ്ങളെ കാണിച്ചത്. ഇതൊരു ഹെൽമെറ്റ് കണ്ട, നമ്മൾ ബൈക്കുമ്പോൾ പോകുമ്പോൾ ഇടുന്ന ഹെൽമെറ്റ് അല്ല, പണ്ട് യുദ്ധത്തിന് പടയാളികൾ ഉപയോഗിച്ച ഒരു ഹെൽമെറ്റ് ആണ് കേട്ടോ. അത് ഏകദേശം 100 വർഷം പഴക്കമുണ്ട് ഈ ഒരു ഹെൽമെറ്റ്. പണ്ടവർക്ക് വിളിച്ചു പറയാൻ പറ്റിയ മാനുവൽ മൈക്കാണ്. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അതുവരെ നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ ഒട്ടനവധി സ്റ്റാമ്പുകള്, കോയിനുകള് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോലി സോഡ മുതലുള്ള പണ്ടത്തെ കുപ്പികൾ കാണാം. ഒരു ഡിഫറെന്റ് ടൈപ്പ് ലിക്കർ ബോട്ടിലാണ് ഇത്, ഗർഡന്റെ പടമായിട്ടുള്ളത് രൂപത്തിലുള്ളത്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളി കോയിൻസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യില്. 400 രൂപ കോയിൻ, 75 റുപ്പീസിന്റെ കോയിൻ, 525ന്റെ കോയിൻ, അങ്ങനെ നിരവധി കളക്ഷൻസ്, കോയിൻസും മറ്റും കാര്യങ്ങളുണ്ട് ഇവിടെ. ഇവിടെ അതുപോലെ ഒരുപാട് പഴയ നോട്ടുകളും കാര്യങ്ങളുണ്ട്. ഇതൊരു ഗോൾഡ് മെഡലാണ്. കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല, വളരെ ചെറുതാണ്. നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് അദ്ദേഹത്തിനോട് ചോദിക്കാം. ചേട്ടത് എന്താ സംഭവം ഇത്? നമസ്കാരം. ഇത് ട്രാവങ്ങൂർ രാജാവിന്റെ, നമ്മുടെ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവില്ലേ, അവസാനത്തെ രാജാവ്, അതെ അദ്ദേഹത്തിന്റെ അധികാരമേൽപ്പ്, കോറനേഷൻ അധികാരം ഏൽക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് അന്ന് ഇറക്കിയിട്ടുള്ള ഗോൾഡ് മെഡലാണ്. ഇത് ഏകദേശം എത്ര വർഷം? ഇത് 1931 നവംബർ 6-ാം തീയതിയാണ് പുള്ളിയുടെ അധികാരം. ഇതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ശരി, ഓക്കെ. 9 ഗ്രാമാണ്, 21 ക്യാരറ്റ് ഗോൾഡ്. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ അടുത്തും ഇല്ല. എല്ലാം ഉരുക്കി പോയി. രാജാക്കന്മാർക്കൊക്കെ കൊടുത്തിരുന്നതാണ്. അന്നത് അത് ആ ഫംഗ്ഷൻ നടക്കുമ്പോ അത് ധരാധരം ദത്തെന്നാണ് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത്. ധരാധരം ദത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിയുടെ ഭാരം ചുമക്കുന്നു, ഏൽക്കുന്നു, അധികാരം ഏൽക്കുന്നു. നമുക്കിവിടെ രാമായണം കാണാം. പണ്ടത്തെ ഒറിജിനൽ രാമായണം മറ്റേ പനോലയിലൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. മഹാഭാരതം കാണാം. അതുപോലെ തന്നെ ഭഗവത്ഗീതയുണ്ട് ഇവിടെ. ഇതിന്റെ ഒക്കെ കളക്ഷൻസ് നാരായണയുണ്ട് എഴുതാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ കൊച്ചി സംസ്ഥാനത്തിന്റെ ഓല ആധാരമാണിത്. 1892 1896 ആണിത്. പണ്ടത്തെ കണ്ടകൃതികള് ഒക്കെ നല്ല രസമായിട്ട് തീരെ ചെറുതാക്കിയിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്, അത്രയും ചെറുതാക്കിയിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് പണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള അച്ചപ്പത്തിന്റെ പല ഡിസൈനിലുള്ള അച്ചപ്പത്തിന്റെ തട്ടുകളാണ്. ഒരുപാട് അച്ചപ്പത്തിന്റെ തട്ടുകൾ ഇവിടെ കാണാം കേട്ടോ. ഇങ്ങനെ ഒരുപാട് നിരവധി പഴയ പുരാവസ്തുക്കളുടെ ഒരു കളക്ഷനാണ് ഈ ഒരു ഹെറിറ്റേജ് സൊസൈറ്റി നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളിവിടെ എത്തിയത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തോണ്ട് ഇവിടുത്തെ ഈ പരിപാടി അവസാനിക്കുകയാണ്.
അപ്പൊ നമ്മള് ഇതിന്റെ ആൾക്കാരുടെയൊക്കെ നമ്പർ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലെ എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മേടിക്കാനുള്ള സംവിധാനം കൂടെ ഇവരോട് അറേഞ്ച് ചെയ്യണമെന്നുണ്ട്.